അതെ, ഞാൻ പറയുന്നത് സംഗതി വെട്ടി തുറന്നങ്ങ് പറയണമെന്നാ. വെട്ടൊന്ന് മുറി രണ്ട്. വെട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടത്തി വെട്ടിയിട്ട പോലെ അങ്ങ് വീഴും. അതെ, ഞാനൊരു ബുദ്ധി പറയാം. നമുക്ക് സംഗതി ടേപ്പ് ചെയ്യാം. ഈ നല്ല നല്ല പാട്ടുകൾക്കിടയിൽ ഗ്യാപ്പ് പോലെ സംഭവം ചെറുതായിട്ട് വിവരിക്കാം. വീണ്ടും പാട്ട്. അപ്പോ ഒരു എന്റർടൈൻമെന്റ് പോലെ സംഗതി കേട്ട് ആസ്വദിക്കുകയും ചെയ്യാം. വലിയ ഞെട്ടലും വരത്തില്ല. അല്ലെങ്കിൽ നമുക്കിതൊരു കഥ പോലാക്കി മാറ്റിയാലോ? ആനിയുടെ നരേന്ദ്ര സാറിന്റെ പേര് മാറ്റി വേറെ പേരിടണം. എന്ത്? കഥ മുഴുവൻ കേൾപ്പിച്ചിട്ട് പറയണം, ഇതിൽ ഇന്നാരി ഇന്നാരി ഇന്നതൊക്കെ ഇന്നതാണ്. മൂക്കിൽ തൊടാൻ 300 വലത് വെക്കണോ ഓടിക്കേ? അല്ല, ഞാൻ പറഞ്ഞെന്ന്. ഇങ്ങോട്ട് നോക്ക്, ഇതൊക്കെ ലതാകുമാരിക്ക് വിട്ടതാ. ഒരു കാര്യം എങ്ങനെ പ്രസന്റ് ചെയ്യണോന്ന് ഈ ലതാകുമാരി കാണിച്ചു തരാം കേട്ടാ. ഒരാളിന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കാന്ന് വെച്ചാ അതൊരു കലയാണടേ. കലാപരമായിട്ട് അത് കൈകാര്യം ചെയ്യണം. ആരോടാണ് നമ്മൾ അത് അവതരിപ്പിക്കുന്നത്, ഇയാളെ സംഭവത്തിലേക്ക് നമ്മൾ ആവാഹിച്ചു കൊണ്ടുവരണം. ഓഹോ. എന്നിട്ട് എന്ന് കേൾക്കാതെ ആളെ കൊണ്ട് ആകാംക്ഷ ഉണ്ടാക്കി ചോദിപ്പിക്കണം. അങ്ങനെ. അതിനെയാണ് വിവരമുള്ളവർ സംഭാഷണ കല എന്ന് വിളിക്കുന്നത്. മനസ്സിലായ? വൈകുന്നേരം ആലോചിക്കായിരുന്നു ഞാൻ എന്നത്തെ പോലെ വരാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് സുശീലയുടെ വീട്ടിൽ ഒരു പ്രശ്നം. സുശീല എന്റെ വീട്ടിന്റെ നേരെ എതിരെ താമസിക്കുന്ന സുശീല. പക്ഷെ സുശീല കുറ്റം പറയാൻ പറ്റൂല, ദിവാകരനെ കുറ്റം പറയാൻ പറ്റൂല. എന്താ ചേച്ചി? അല്ല, ലോക ആരംഭം മുതൽ തുടങ്ങിയ സംഗതി തന്നെ ഉന്നേ. എന്ന് വെച്ചാ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പറ്റും. ഇതൊക്കെ ആദ്യം എത്താന്ന് പറഞ്ഞാലേ അറിയൂ. ഞാൻ അത് നിങ്ങളോട് എങ്ങനെ പറയും? ചേച്ചി പറ. അത് തന്നെ ചേച്ചി പറയുമ്പോ അതിലെന്തെങ്കിലും ഗുണപാഠപരമായ ചില കാര്യങ്ങൾ, ചില ലോക തത്വങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പുതിയ തലമുറയ്ക്ക് ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളെ ചേച്ചി പറയൂ. ചേച്ചി പറയണം. അല്ല കുഞ്ഞേ, ഈ സൗന്ദര്യം എന്ന് പറയുന്ന സംഗതി എന്താ? അതെവിടായിരിക്കണേ? ഒരു വസ്തുവിലല്ല, ഒരാളിന്റെ ശരീരത്തിലും അല്ല, മറിച്ച് അത് കാണുന്നവന്റെ കണ്ണിൽ. അയ്യോ, കണ്ട തത്വം, ഭയങ്കര തത്വം. സൗന്ദര്യം കാണുന്നവരുടെ കണ്ണിലാണെന്ന്. അപ്പോ ഈ തത്വത്തിന്റെ പുറകിൽ ഏതോ കഥയും ഉണ്ടാവും. വെടിയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരാളിനെ നമുക്കിഷ്ടപ്പെടും, അതേ ആളിനെ വേറൊരാൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എന്താ? അതെന്ത് അങ്ങനെ? സൗന്ദര്യം കാണുന്നവന്റെ കണ്ണിലാണ്. സത്യം പറഞ്ഞല്ല ചേച്ചി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഞാൻ പറഞ്ഞ ഈ സുശീലയും ദിവാകരനും ഉണ്ടല്ലോ, നല്ല ആദർശ ദമ്പതികളായിരുന്നു. ദിവാകര ഇല്ലെങ്കിൽ സുശീലല്ല, സുശീല ഇല്ലെങ്കിൽ ദിവാകരനും ഇല്ല. ഓ, ഈ കടലും കടലാടിയും പോലെ. അത് എനിക്കറിഞ്ഞൂടാ, എല്ലാരും പറയുന്നു, ഞാനും പറയുന്നു. അപ്പോ ഈ ദിവാകരന് സുശീലയും അവരങ്ങനെ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് വീട്ടിന് മുകളിലെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയത്. തന്നെ ആ വീട്ടില് 2 പേര് വരണം. ദിവാകരന്റെ കൂട്ടുകാരനും ഭാര്യയും, സൈനബയും ജമാലും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ വന്നില്ലേ ആനിയും തോമസും. മറ്റേ ഇൻവെസ്റ്റ്മെന്റ്. അത് തന്നെ. അവരെ പോലെ 2 പേര്. സൈനവ നന്നായിട്ട് സംസാരിക്കും, നല്ല വെളുപ്പ്, ഭയങ്കര ഫാഷൻ. അപ്പൊ ഈ ആനിയെ പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഫോട്ടോ കാപ്പി എടുത്ത് വെച്ച് എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും. ഈ ദിവാരേട്ടന്റെ ഭാര്യ സുശീല, അത് ആരെ പോലെ ഇരിക്കും? ആളുടെ മുമ്പ് നിൽക്കല്ലേ. ഇത് എന്നെ സുശീല. അതും ഫോട്ടോ സ്റ്റാറ്റ്. ഇത്തിരി വണ്ടിച്ച്, അത്രയൊന്നും നിറയില്ലാത്ത, വീട്ടു ജോലിയും ഭർത്താവിന്റെയും കുട്ടികളെയും കാര്യങ്ങളായിട്ട് വീടേ ശരണമെന്ന് പറഞ്ഞ് നടന്ന് അല്പം ഒന്ന് മങ്ങിപ്പോയ രൂപം. ഇത് തന്നെ. അപ്പൊ ആനി നല്ല വെളുപ്പ്, നന്നായിട്ട് വാചകമടിക്കുന്നു, ചുറുചുറുക്കി, സുന്ദരി, മെലിഞ്ഞിട്ട്. സുശീല ആവട്ടെ അടിച്ചിട്ട് അല്പ ഇരുണ്ട്, അങ്ങനല്ലേ? സംഗതി എന്താണെന്ന് വെച്ചാ, നിത്യവും ഈ ആനിയുടെ സേനവ എന്ന് പറയുന്നതിന് പകരം ആനി എന്നാണ് നാക്കി വരുന്നത്. അതിപ്പോ എന്ത്, തിരിച്ചായാലും മറിച്ചായാലും രണ്ടുമൊക്കെ ഒരേ കാറ്റഗറി തന്നെ. ചേച്ചി പറയുന്നിട്ട് ബാക്കിയൊന്നും എനിക്ക് പറയാൻ വയ്യ എന്റെ കുഞ്ഞേ.
എത്ര ശാന്തമായിട്ട് കഴിഞ്ഞ കുടുംബങ്ങളിൽ എത്ര പെട്ടെന്നാണ് ഓരോ സംഭവങ്ങൾ പൊട്ടി വീണേക്കുന്നത്. ആ സുശീലയുടെ കാര്യവും അയ്യോ, 100 കൂട്ടം ജോലി അടക്കണം. ഇങ്ങോട്ട് മാറിയുള്ള ചേച്ചി ചേച്ചി പറഞ്ഞോണ്ട് വന്ന കാര്യം പൂർത്തിയാക്കി ചേച്ചി. ചേച്ചി എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അതെ, സുശീല ദിവാകരൻ ദമ്പതിമാരുടെ ജീവിതത്തിലെ ഉറഞ്ഞുകൂടിയ കാർമേഘത്തിന് എന്ത് സംഭവിച്ചു? കാറ്റ് വന്ന് മേഘത്തിന് അടിച്ചു മാറ്റിയ അതാ അത് മഴയായിട്ട് പോയതാ. പെയ്തു, മഴയായിട്ട് പെയ്തു, ഇടിയും വെട്ടി പെയ്തു. ആ മഴയത്ത് കുറെ ജീവിതങ്ങൾ ഒലിച്ചുപോയി. എന്നുവെച്ചാ എന്നുവെച്ചാ ആ ദിവാകരൻ ഇപ്പോ ആനിയില അല്ല സേനപേരെ പുറകില്ല. ഈശ്വര, ആ ദിവാകരന്റെ മുട്ടുകാലി തല്ലി ഓടിക്കണം. ഭാര്യയുടെ മറ്റൊരു പെൺകുട്ടിയുടെ പുറകെ പോകുന്ന വെച്ചാ സൂണ നോക്ക്, നീ അത് പറയരുത്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു കള്ളം പതുങ്ങിയിരിപ്പുണ്ടാവും. അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോ ആ കള്ളം പുറത്തെയാണ്. വീട് ആപ്പീസ്, ആപ്പീസ് വീട്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയിൽ കള്ളന് പുറത്ത് ചാടാൻ അവസരം ഉണ്ടാവും. വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് സുന്ദരിയായ ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ ആണെങ്കിലോ തന്നോട് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ തൻ്റെ ഭാര്യയാണെങ്കിലോ വെറും ഒരു വീട്ടുകാരിയായി മാറിപ്പോയിരിക്കുന്നു. ഭാര്യയേക്കാൾ സുന്ദരി, ഭാര്യയേക്കാൾ വാചാലത, ഭാര്യയേക്കാൾ മോഡേൺ. അങ്ങനെ ഒരു സ്ത്രീയിൽ ഏത് ഭർത്താവിനും താല്പര്യം വന്നു പോകും. ആര് പറഞ്ഞു? ഇല്ല, അങ്ങനെ സൗന്ദര്യം കാണുമ്പോ കണ്ണു മങ്ങി പോകുന്നവര് കാണുമായിരിക്കും. പക്ഷെ എല്ലാ ഭർത്താക്കന്മാരും അങ്ങനല്ല. ഇപ്പൊ സുഗുണൻ, നീ അങ്ങനെയാണോ? എന്തോ നിന്നോട് കുറുവണത്? നിനക്ക് ഉത്തരം മുട്ടിപ്പോയാ കുഞ്ഞേ? ഉദാഹരണത്തിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തുള്ള സകല മനുഷ്യജീവികളിലും ഒരു കള്ളം ഒളിഞ്ഞു കിടപ്പുണ്ട്. സാഹചര്യം, അനുകൂലമായ സാഹചര്യം. മഴ പെയ്യുമ്പോ ഉണങ്ങി വരേണ്ട തറയില് ചില കൊച്ചു ചെടികളൊക്കെ മുളച്ചു വരേണ്ട കണ്ടിട്ടില്ലേ? വിത്തുകള് അനുകൂല സാഹചര്യം കാത്തു കിടക്കുകയായിരിക്കും. കൂടുതലൊന്നും പറയണില്ല കുഞ്ഞ്. അയ്യോ, ജോലി ഒരുപാട് കിടക്കണു, ഒന്നും ആയില്ല എനിക്ക്. എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. സമ്മതിച്ചില്ല ചേച്ചി, സമ്മതിച്ചു. സംഭാഷണകല എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇന്ന് നേരിട്ട് കണ്ട്. ആ കലയിലുണ്ടല്ലോ കലാതിലകമാണ് ചേച്ചി, കലാതിലകം. ഒരിക്കൽ ചേട്ടൻ കൂടെ അവിടെ നിന്ന് വേണമായിരുന്നു. നമ്മൾ കണ്ട് കാലത്തൊട്ട് കണ്ണിൽ വെച്ച് പോവുമായിരുന്നു. ഇത് ഏത് കളരിയിൽ നിന്ന് പഠിച്ചത്? നിരന്തരമായ സാധന കൊണ്ട് ഞാൻ സ്വയത്താക്കിയതാ ഓടിക്ക്. ദിവസവും 1 മണിക്കൂർ വീതം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി കേട്ടാ. സംഭാഷണ കലയിൽ ഉസ്താദാവാം. മറ്റൊരാളെ അസ്വസ്ഥനാക്കാം, വിഷമിപ്പിക്കാം, സംശയം കുത്തിവെക്കാം. വന്നിട്ടേ പകുതിയിൽ വെച്ച് നിർത്തിക്കളഞ്ഞത്. അതും ഈ കലയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മള് മറ്റൊരാളിന്റെ മനസ്സിൽ ഒരു പ്രശ്നത്തിന് വിത്തിട്ട് കൊടുത്തിട്ട് മാറിക്കളയണം. മനസ്സാകുന്ന ഭൂമിയിൽ ടെൻഷനാകുന്ന വളവും സംശയമാകുന്ന വെള്ളവും കൊടുത്ത് അതിനെ വളർത്തേണ്ടത് അവർ തന്നെയാണ്. അതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ, ദൈവമേ അതിപ്പോ ഇങ്ങനെ ആവൂലേ, അങ്ങനെയൊക്കെ ആവൂലേ എന്ന് തന്നെത്താൻ ചോദിക്കണം. മാറി നിന്ന് എല്ലാം വാച്ച് ചെയ്യണം. ഇടയ്ക്ക് വെച്ച് അവർക്കൊരല്പം മന്നത വരണം. നമ്മളൊന്ന് ചൂടുകയറ്റണം, വീണ്ടും മാറണം. സത്യം പറയാനല്ല ചേച്ചി, നിങ്ങളെപ്പോലെ ഒരു 50 പേരുണ്ടെങ്കിൽ രാജ്യത്ത് സൈന്യവും ടാങ്കും ബോംബും ഒന്നും വേണ്ട. 5 ഡയലോഗ്. ശത്രു സൈന്യം തമ്മിലടിച്ച് നശിച്ച് നാരണക്കല്ലെടുത്തു പോകും. സൈന്യത്തിന്റെ മിച്ചം കാണൂല. നിങ്ങൾ സത്യത്തിൽ സർവ്വ സൈന്യാധിപ ആവേണ്ട ആളാണ്. സർവ്വ സൈന്യാധിപ. എന്ത് ചെയ്യാടാ ഓടിക്കേ? എറിയുന്നവന്റെ കയ്യില് ദൈവം കല്ല് കൊടുക്കൂലല്ലോ. തന്നെ സത്യം പറഞ്ഞ ഞാൻ കല്ലെടുത്ത് ഓങ്ങിയിട്ടേ ഉള്ളൂ. സാക്ഷാലേറ് ഇനി അങ്ങോട്ട് ചെല്ലാൻ പോണതേ ഉള്ളൂ. അല്ല, ലളിത ചേച്ചി പറഞ്ഞത് അത് സത്യമായിരിക്കോ ശാരദ? എന്ത്? ലളിത ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സുശീലയുടെയും ഭർത്താവിന്റെയും? പിന്നല്ലാതെ എന്റെ നാത്തൂനെ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാലം. ഞാനൊരു വാരികയിൽ വായിച്ചു. എന്ത്? എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനപരമായിട്ടൊരു ആഗ്രഹം ഉണ്ടെന്ന്. വേലി ചാടാനുള്ള ആഗ്രഹം. ഹലോ, ആനിയാണോ? അതെ, ആ ശരി ശരി, ഓക്കെ.
വന്നാ മതി, ഞാൻ കാത്തിരിക്കാം. ഓഫീസിൽ ഞാൻ കാണും. ഓക്കെ. ആനിയ, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഓഫീസിൽ കൊണ്ടുവരാന്ന് പറഞ്ഞ. അവർക്ക് 1-2 പേരെ ക്യാൻവാസ് ചെയ്ത് കൊടുത്തതല്ലേ, അത് മതി. ആ, അതുമല്ല നമ്മൾ പറഞ്ഞെന്ന് വെച്ചാൽ ആൾക്കാർ ചേരുവോ? അന്ന് 1-2 പേര് താല്പര്യം കാണിച്ചു. അവര് ജോയിൻ ചെയ്യുകയും ചെയ്തല്ലോ. ഇനി അങ്ങ് വിട്ടേക്കാം. ഞാൻ എടുക്കാം. ഹലോ ഹലോ ചേച്ചി, ഇത് ഞാനാ. ആരാ? ആനിയ ചേച്ചി. ഹലോ സാറുണ്ടോ ചേച്ചി? അത് സാറിപ്പം അല്ല, നരട്ടൻ്റെ ഇപ്പൊ പുറത്തു പോയി. എന്നാ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. വേണ്ട, നരട്ടൻ വരാൻ താമസിക്കും. ആനിയ. ആരാ ലീലാവതി? ഏ? റോങ് നമ്പർ ആയിരുന്നു. ഉം. അയ്യോ, എന്താ? ഒന്നുമില്ല കുഞ്ഞേ, ഒന്നുമില്ല. ഇവനിത് ഭവിക്കണം, ഇന്ന കാലത്ത് വേണം, അവശത അനുഭവിക്കണം, അർത്ഥനാശം വരേണം. വരേണ്ടത് വരേണ്ട സമയത്ത് വരേണ്ടതുപോലെ വന്നേ പറ്റൂ. ആകാശത്ത് കാറ് കൂടിയ പെയ്ത് തന്നെ തീരണം. ഇല്ല ചേച്ചി, കാറ്റ് നന്നായിട്ടൊന്ന് വീശിയാൽ മതി. കാർമേഘത്തെ ഓടിച്ചു വിടാം, ബൗണ്ടറി കിടത്താം. അപ്പുറത്തെ വില്ലേജിൽ മഴ പെയ്യിക്കാമല്ലോ. പക്ഷേ കാറ്റ് വീശിയിട്ടും കാണാത്ത മട്ടിൽ നിക്കല്ലേ. അയ്യോ, എന്താ എന്താ കാര്യം? തെളിച്ചു പറ. ഇനി ഇനി കൂടുതൽ തെളിയിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ കുഞ്ഞെ. സ്വയം കണ്ണടച്ചു പിടിച്ചിട്ട് ഇരുട്ടത്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണ് തുറക്കണം, കാര്യങ്ങൾ കാണണം. അമ്മച്ചി, കഷണ്ടി. ദേ, ലത ചേച്ചി സാഹിത്യപരമായിട്ട് പറഞ്ഞത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം. കൂടെ കൂടെയുള്ള ഫോൺ വിളി അത് ശരിയല്ല. അതെ, ആനി ഫോൺ ചെയ്തത് ഞാൻ ഇവരോട് പറഞ്ഞു. എല്ലാവരും കൂടി ആലോചിച്ച് ഒരു പരിഹാരം കാണണം. ഓ, അത് ഓഫീസിലെ നരേട്ടന്റെ കൂട്ടുകാരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ. എന്റെ ലീലാവ് ചേച്ചി, ഈ ഇൻസ്റ്റന്റ്മെന്റ് അത് തന്നെ. ഇത് ഞങ്ങളും കുറെ കണ്ടിട്ടുള്ളതാണ്. ജടാ പാടെ, ഇതിപ്പോ ലോകത്ത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല ഈ ഇൻവെസ്റ്റ്മെന്റ്. അത് തന്നെ. എന്റെ കുഞ്ഞെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത്, കബളിപ്പിക്കപ്പെടുന്നത്, വഞ്ചിക്കപ്പെടുന്നത് ആരാണെന്നറിയാമോ? ഭാര്യമാര്. പക്ഷേ നരേട്ടന് ഞാനെന്ന് പറഞ്ഞ ജീവനാണെന്നല്ലേ? ശരിയായിരിക്കും. പക്ഷേ ഒരു അഡീഷണൽ ജീവൻ കൂടി കയ്യിലുണ്ടെങ്കിൽ നല്ലതല്ലേ? അതെ, ഞാനൊരു ഭർത്താവാണ്. അതുകൊണ്ട് ഈ പരാമർശം ഞാൻ സത്യത്തിൽ എതിർക്കേണ്ടതാണ്. പക്ഷെ ഞാനിപ്പോ ലത ചേച്ചിയുടെ കൂടെയാണ്. എന്തെന്നാൽ ഒരു ഭർത്താവിന്റെ മനസ്സെനിക്കറിയാം. അത് ഒരു മഹാസാഗരമാണ്, ഉൾക്കടൽ. ഈ ഉൾക്കടലിന്റെ പ്രത്യേകത അറിയാവോ? പുറമേ ശാന്തമാണ്, പക്ഷെ അഗാധതയിലോട്ട് ചെല്ലണം. ചുഴികൾ, അഗാധ ഗർത്തങ്ങൾ, തകർന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ, സ്മാരകങ്ങൾ, അറിയാവോ? ഭാര്യമാര് പക്ഷേ തീരക്കടൽ പോലെയാ. തിരയും ബഹളവും കോലാഹലങ്ങളൊക്കെ, പക്ഷെ വലിയ അപകടങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ സാഹിത്യം കട്ടി കൂടി പോയെങ്കിൽ ഞാൻ വളരെ ലൈറ്റായിട്ട് പറയാം. ഒരു നിരീക്ഷണം വേണം, കാര്യങ്ങൾ വാച്ച് ചെയ്യണം. കണ്ട, നേരിട്ട് കണ്ടപ്പോ ബോധ്യമായത് അതാണ്. അല്ല, അത് എന്തെങ്കിലും സംശയം ചോദിക്കാൻ തന്നെയായിരിക്കും കേറിയത്. മനഃപൂർവ്വം ഉണ്ടാക്കിയ സംശയം ചോദിക്കാൻ ഒരു ഹേതു വേണമല്ലോ. അതിന് അപേക്ഷാ ഫോറത്തിലെ ഏതെങ്കിലും ഒരു സംശയത്തെ അതെ, കൂട്ടുപിടിച്ചു. ഞാനൊരു ഭർത്താവാണ്, പക്ഷെ ഞാനൊരു മനുഷ്യനാണ്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യനും. ഞാൻ അങ്ങോട്ട് എടുത്തു ചാട്ട ഒരു യുദ്ധം ജയിപ്പിച്ചിട്ടില്ല. സാവകാശമുള്ള കരുനീക്കമാണ് യഥാർത്ഥ യുദ്ധതന്ത്രം. ദിസ് ഈസ് എ വാർ. യുദ്ധം